ടി വി പ്രസാദ്. ഉറപ്പായും അത് തന്നെയാണ് അരുൺ. നിരന്തരമായി അടൂർ പ്രകാശ് വീട്ടിലേക്ക് വരാറുണ്ടായിരുന്നു എന്നാണ് അയൽവാസി വിക്രമൻ നായർ പറഞ്ഞത്. അതിൽ നിന്ന് ഒരു കാര്യം ഉറപ്പാവുകയാണ്, അടൂർ പ്രകാശിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. പലയിടങ്ങളിൽ പല സമയത്തായി നടത്തിയ കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നത്. ഇനിയിപ്പോൾ ദൃശ്യങ്ങൾ പതിയാത്ത ഒരുപാട് ഇടങ്ങൾ വേറെയും ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. കാരണം വിക്രമൻ നായർ പറയുന്ന സമയത്ത് തന്നെ സ്ഥിരം പോയി വരുന്ന ഒരാളാണ് അടൂർ പ്രകാശ് എന്ന നിലയിൽ തന്നെയാണ് അദ്ദേഹം പറയുകയും ചെയ്തത്. രാഷ്ട്രീയത്തിന് അതീതമായി ഒരു ബന്ധം ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ടാക്കി എന്നുള്ളതാണ്. അത് ഉറപ്പായും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തട്ടിപ്പിന് വേണ്ടി ഉപയോഗിച്ചു എന്നത് തന്നെയാണ്. ഇന്നലെ നമ്മൾ അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന്റെ ചിത്രങ്ങളാണ് പുറത്തു വന്നത്. കടകംപള്ളി സുരേന്ദ്രനെ മറയാക്കിക്കൊണ്ട് ഉറപ്പായും ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരുപാട് തട്ടിപ്പുകൾ നടത്തി കാണും. അതിൽ കടകംപള്ളി സുരേന്ദ്രനും നിന്നുകൊടുത്തു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത് UDFന്റെ ഭാഗത്തേക്ക് വന്നാൽ UDFന്റെ കൺവീനറാണ് അടൂർ പ്രകാശ്. നിലവിൽ MP ആണ് അടൂർ പ്രകാശ്. കോൺഗ്രസിന്റെ ഏറ്റവും ശക്തനായ നേതാക്കളിൽ ഒരാളാണ് അടൂർ പ്രകാശ്. ആ അടൂർ പ്രകാശ് എന്തിനാണ് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിരന്തര സന്ദർശനം നടത്തുന്നത് എന്നുള്ളതാണ് അരുൺ. ഇതൊന്നുകൂടി നമ്മൾ കൂട്ടി വായിക്കണം. ഇത്രയേറെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുള്ള അടൂർ പ്രകാശിന്റെ ആഗ്രഹം കൊണ്ട് തന്നെയാണോ ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയുടെ അടുത്ത് എത്തിയത് എന്നുള്ളത് തന്നെയാണ് ഇതിലുയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി അടൂർ പ്രകാശുമായുള്ള ബന്ധം ഉപയോഗിച്ചുകൊണ്ട് മറ്റു മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി അടക്കം ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ റിപ്പോർട്ട് ചെയ്തതുപോലെ ഇത്തരം തട്ടിപ്പുകാർക്ക് എല്ലാ ആളുകളെയും ചേർത്ത് നിർത്തി പടമെടുക്കാനും അവരെല്ലാം തങ്ങളുടെ ആളുകളാണ് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താനും ഉള്ള ഒരു ആവശ്യം അവർക്കുണ്ട്. കാരണം ടി വി പ്രസാദ് റഹീസ് തുടരണേ. ടി വി പ്രസാദ്, ഇതിൽ ഈ രമേശ് റാവു എന്ന് പറയുന്നത് കഥാപാത്രം അയാൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. അനന്ത സുബ്രഹ്മണ്യവും രമേശ് റാവു, ഈ രമേശ് റാവു അല്ലേ ഈ ദ്വാരപാലക ശില്പപാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിൽ ഒപ്പിട്ട് സന്നിധാനത്ത് നിന്ന് കടത്തിക്കൊണ്ടു പോകുന്നത്? അത് തന്നെയാണ് അരുൺ. ഇതിൽ ഗുരുതരമായ വീഴ്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗമായി ഉണ്ടായി എന്ന് നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. അതിലൊരു പേരുകാരനാണ് ഈ രമേശ് റാവു. രമേശ് റാവു ആണ് അരുൺ പറഞ്ഞതുപോലെ ദ്വാരപാലക വിഗ്രഹങ്ങളിലെ ഒരു ദിവസത്തെ പാളികൾ, അതായത് 2019 ജൂലൈ മാസം 19-ാം തീയതിയും 20-ാം തീയതിയുമായിട്ടാണ് മഹസറിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരെഴുതിക്കൊണ്ട് അതിൽ ഒപ്പുവെച്ച് വാങ്ങിക്കൊണ്ടു പോകുന്ന ആളാണ്, ഒരു ദിവസത്തെ ആളാണ് ഈ രമേശ് റാവു. രമേശ് റാവു ഇപ്പോഴും ജയിലിലല്ല. അതായത് ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം കടത്തിക്കൊണ്ടുപോയ രമേശ് റാവു ഇപ്പോഴും അന്വേഷണ പരിധിക്ക് പുറത്താണ് അരുൺ. മാത്രമല്ല അന്നത്തെ അനന്ത സുബ്രഹ്മണ്യനും ഇതുവരെയും പ്രതി ചേർത്തില്ല. പിന്നെ എങ്ങനെയാണ് ഈ അന്വേഷണം കൃത്യമാവുക എന്നൊരു ചോദ്യമുണ്ട്. പ്രധാനമായും അവിടെ നടന്ന കൊള്ള തെളിയിക്കണമെങ്കിൽ ഈ ലിങ്കും ക്ലിയർ ആവേണ്ടതുണ്ട്. ഒരുപക്ഷെ ഇനിയിപ്പോൾ ഇതൊന്നുമില്ലാതെ എങ്ങനെ പ്രാഥമിക കുറ്റപത്രത്തിലേക്ക് പോകും? ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം കടത്തിക്കൊണ്ടുപോയ ആളാണ് രമേശ് റാവു. ഈ രമേശ് റാവുവിനോടൊപ്പമാണ് അടൂർ പ്രകാശ് നിൽക്കുന്നത് എന്നുള്ളതാണ് അരുൺ. ഈ രമേശ് റാവു ചില്ലറക്കാരനല്ല. കഴിഞ്ഞ കുറെ വർഷങ്ങളായി ശബരിമലയിലുണ്ട്. അവിടെ നിന്ന് പറയുന്നത് കന്നഡയിലാണ്, അവിടെ നിന്ന് ശരണമന്ത്രം ചൊല്ലുക. അതുകൊണ്ട് സൈലന്റ് ആയിരിക്കുന്ന സമയത്തൊരു കന്നഡയിലുള്ള ശരണമന്ത്രങ്ങൾ വരുമ്പോൾ എല്ലാവരും ആ ഭാഗത്തേക്ക് നോക്കുമെന്നാണ് ശബരിമലയിൽ സ്ഥിരമായി ഉണ്ടാകുന്ന ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാകുന്നത്. അങ്ങനെ സ്ഥിരം വന്നു പോകുന്ന എല്ലാവരുമായി ബന്ധമുള്ള തന്ത്രിയുമായും പോറ്റിയുമായും ഈ പറയുന്ന സംവിധാനങ്ങളും എല്ലാമായി ബന്ധമുള്ള ഒരു ദുരൂഹ കഥാപാത്രമാണ് ഈ രമേശ് റാവു. പക്ഷേ ഇപ്പോഴും രമേശ് റാവു നമ്മുടെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റഡാറിന്റെ പുറത്താണ്. ഈ രമേശ് റാവുവും ഈ പോറ്റിയും എല്ലാം ചേർന്നാണ് അടൂർ പ്രകാശിന്റെ കൂടെ നിൽക്കുന്നത്. എല്ലാ സാന്നിധ്യത്തിലും രമേശ് റാവു ഉണ്ട്. എങ്ങനെയാണ് അടൂർ പ്രകാശിന് കുരുക്കായി മാറാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇനി വിശദീകരിക്കാൻ പോകുന്നത്. അതിനു മുൻപ് നമുക്ക് വിക്രമൻ നായർ റഹീസ് റഷീദിനോട് നേരത്തെ പറഞ്ഞിരുന്നു, അടൂർ പ്രകാശ് പുളിമാത്തുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പലതവണ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. 2 തവണ കടകംപള്ളി സുരേന്ദ്രൻ വന്നിട്ടുണ്ടെന്ന് വിക്രമൻ നായർ പറയുന്നു. പലതവണ അടൂർ പ്രകാശ് പുളിമാത്തുള്ള വീട്ടിൽ വന്നിട്ടുണ്ടെന്ന് പറയുന്നു. എന്തിനാണ് തന്റെ മണ്ഡലത്തിലെ ഒരു അയ്യപ്പ ഭക്തൻ മാത്രമായി ഉണ്ണികൃഷ്ണൻ പോറ്റി? അതാണ് അടൂർ പ്രകാശ് പറഞ്ഞ ന്യായീകരണം. തന്റെ മണ്ഡലത്തിലെ ഒരു അയ്യപ്പ ഭക്തൻ, അതാണ് അദ്ദേഹം ഉപയോഗിച്ച വാക്ക്. തന്റെ മണ്ഡലത്തിലെ ഒരു അയ്യപ്പ ഭക്തൻ മാത്രമായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ, പുളിമാത്തുള്ള വീട്ടിൽ എന്തിനാണ് പലതവണ അടൂർ പ്രകാശ് വന്നത്? എന്താണ് വിക്രമൻ നായർ പറയുന്നത് എന്നത് കൂടി നമുക്കൊന്ന് കേട്ടുവരാം. വേറെ രാഷ്ട്രീയക്കാരൊക്കെ എങ്ങനെയാ ബന്ധം?
രാഷ്ട്രീയക്കാരോ വന്നിട്ടുണ്ട്. ഇവിടെ പ്രയാർ ഗോപാലകൃഷ്ണൻ വന്നിട്ടുണ്ട്, പിന്നെ നമ്മളെ MP പ്രകാശ് വന്നിട്ടുണ്ട്, അടൂർ പ്രകാശ്. ഇതൊക്കെ മുമ്പ്. പിന്നെ OSMP വന്നിട്ടുണ്ട്, OSMP. അങ്ങനെ ഇവിടെ ഉള്ള പിന്നെ എല്ലാവരും വരുന്നത്. അടൂർ പ്രകാശ് ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. അടൂർ പ്രകാശ് ഒരുപാട് തവണ വന്നിട്ടുണ്ട്. റഹീസ് റഷീദ്, അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാച്ച്. അതാണ്. അപ്പോൾ അടുത്ത ബന്ധമാണ്. ഒരുപാട് തവണ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ 1 or 2 തവണ എന്നുള്ള കാര്യം കടകംപള്ളി സുരേന്ദ്രന്റെ കാര്യത്തിൽ വിക്രമൻ നായർ പറയുന്നു. ഒരുപാട് തവണ വന്നിട്ടുണ്ട്, അതായത് നിത്യസന്ദർശകൻ എന്ന് പറയാം. അതാണ് ഈ ഘട്ടത്തിൽ. രണ്ടാമത്തേത് പുളിമാത്തുള്ള വീട്ടിൽ മാത്രമല്ല, നമ്മളെടുത്ത രണ്ടാമത്തെ ചിത്രം, ആ ചിത്രം കൂടി നമുക്ക് കാണിക്കാം. കുടുംബത്തോടൊപ്പം നിൽക്കുന്ന ചിത്രം. ഇത് ബംഗളൂരിലുള്ള ചിത്രം. ഇതല്ല, അടുത്ത ചിത്രം. ഈ ചിത്രം എടുത്തിരിക്കുന്നത് പുളിമാത്തുള്ള വീട്ടിൽ വെച്ചല്ലല്ലോ റഹീസ് റഷീദ്. അങ്ങനെയാണെങ്കിൽ വെഞ്ഞാറമ്മൂട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിലും അടൂർ പ്രകാശ് പോയി എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? പുളിമാത്തുള്ള വീട്ടിലെ നിത്യസന്ദർശകൻ അടൂർ പ്രകാശ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വെഞ്ഞാറമ്മൂട്ടിൽ സഹോദരിയുടെ വീട്ടിലും പോയി. അവിടെ ഒരു ചടങ്ങാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലേ? അരുൺകുമാർ, അങ്ങനെയാണ് നമ്മളോട് വിക്രമൻ നായർ പറഞ്ഞ അദ്ദേഹം വെളിപ്പെടുത്തൽ നടത്തിയതിന്റെ പിന്നാലെ പോയപ്പോഴാണ് അടൂർ പ്രകാശും കടകംപള്ളി സുരേന്ദ്രന്റെയും ദൃശ്യങ്ങളൊക്കെ നമുക്ക് ലഭിച്ചത്. അതിൽ അടൂർ പ്രകാശ് നിരന്തരം ആ വീട്ടിൽ വന്നിരുന്നുവെന്ന് വിക്രമൻ നായർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സമീപത്തുള്ള വീടുകളിൽ അന്വേഷിച്ചപ്പോൾ അവർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ആ വീട്ടിൽ പല തവണ നിരന്തരം വന്നുകൊണ്ടിരുന്ന ഒരാളാണ് അടൂർ പ്രകാശ് എന്നത്. ആ വഴിക്കുള്ള അന്വേഷണത്തിലാണ് നമ്മൾ ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന ചിത്രങ്ങളിലെത്തിയത്. അടൂർ പ്രകാശ് ഈ നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്ന ഒരു ചടങ്ങിന്റെ ഫോട്ടോയിൽ കാണുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പുളിമാത്തുള്ള വീടല്ല. പകരം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഏക സഹോദരിയായ മിനി ദേവിയുടെ വെഞ്ഞാറമ്മൂടിന് സമീപത്തുള്ള വീട്ടിലെ ചിത്രമാണ്. ആ വീട്ടിൽ മിനി ദേവിയുടെ മകളുടെ വിവാഹ ചടങ്ങുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങാണ്. അത് വിവാഹ ചടങ്ങല്ല, കല്യാണം നടക്കുന്ന ചടങ്ങല്ല. ആ ചടങ്ങ് സമീപത്തുള്ള ഒരു ഓഡിറ്റോറിയത്തിലാണ് നടന്നത്. അത് നമ്മൾ അന്വേഷിച്ച് മനസ്സിലാക്കിയതാണ്. അപ്പോൾ ഈ വീട്ടിൽ നടന്നത് മറ്റെന്തോ ചടങ്ങാണ്. സ്വാഭാവികമായും വിവാഹവുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങായിരിക്കാം. നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മുടെ പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലാക്കുന്നത്, വിവാഹത്തിന് മുമ്പുള്ള തലേന്നിന്റെ തലേന്നോ മറ്റോ നടന്ന ഒരു ചടങ്ങാണ്. ആ ചടങ്ങിൽ പങ്കെടുക്കാനാണ് ആറ്റിങ്ങൽ MP-യായ UDF-ന്റെ കൺവീനറായ അടൂർ പ്രകാശ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിലെത്തുന്നത്. നിരന്തരം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പുളിമാത്തുള്ള തറവാട് വീട്ടിൽ വന്നിരുന്ന അടൂർ പ്രകാശ് സഹോദരിയുടെ വീട്ടിലേക്കും പോയിട്ടുണ്ട്. അതിനൊരു പക്ഷേ ഇനി അടൂർ പ്രകാശ് പറയുന്ന ന്യായം തൊട്ട് പിറ്റേ ദിവസം നടക്കുന്ന, അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം നടക്കുന്ന ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന വിവാഹത്തിൽ പങ്കെടുക്കാൻ പറ്റാത്തത് കൊണ്ട് തലേന്ന് പോയതായിരിക്കും എന്ന ന്യായം പറയാനാണ് സാധ്യത. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട അടൂർ പ്രകാശിന് എന്താണ് പറയാനുള്ളത് എന്നറിയാൻ ഞാൻ പലതവണ അദ്ദേഹത്തെ വിളിച്ചിരുന്നു. ഇന്നലെ വൈകിട്ടും വിളിച്ചു, ഇന്ന് രാവിലെയും വിളിച്ചു. അദ്ദേഹത്തെ ഫോണിൽ കിട്ടിയില്ല. സ്വാഭാവികമായും മറ്റു തിരക്കുകളായതുകൊണ്ട് എടുക്കാത്തതും. എനിക്ക് ഒറ്റ കാര്യം അറിഞ്ഞാൽ മതി, ഇത് AI ചിത്രമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റില്ലല്ലോ അടൂർ പ്രകാശിന്. ഒരിക്കലുമില്ല. കാരണം 100% നമ്മൾ ഉറപ്പിച്ചിട്ട് മാത്രം കൊടുക്കുന്ന ചിത്രങ്ങളാണ് ഈ ചിത്രങ്ങൾ. എവിടെ വെച്ചാണ്, എപ്പോഴെങ്ങനെ നടന്നു എന്നത് സംബന്ധിച്ച വിവരങ്ങൾ കൂടി നമ്മുടെ കയ്യിലുണ്ട്. അതനുസരിച്ച് നമ്മൾ 100% ഉറപ്പിച്ച് നൽകുന്നതാണ്. ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന എല്ലാ ചിത്രങ്ങളും അടൂർ പ്രകാശ് ബംഗളൂരുവിൽ പോയ സമയത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കൂടിക്കാഴ്ച നടത്തിയ ചിത്രങ്ങളാണ്. ആദ്യം നമ്മൾ സംശയിച്ചിരുന്നത് ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബംഗളൂരുവിലെ ശ്രീരാംപുരയിലുള്ള അയ്യപ്പ ക്ഷേത്രത്തിന് സമീപമുള്ള ഫ്ലാറ്റാണോ എന്നൊരു സംശയം നമുക്ക് ആദ്യമുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ വിശദമായി അതേക്കുറിച്ച് അന്വേഷിച്ചു. ആ ഫ്ലാറ്റ് അല്ല, പോറ്റി വാടകയ്ക്ക് താമസിക്കുന്ന ശ്രീരാംപൂരിലെ ഫ്ലാറ്റ് അല്ല എന്ന് നമുക്ക് ആ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചു. പക്ഷേ ബംഗളൂരുവിൽ തന്നെയുള്ള മറ്റൊരു ഫ്ലാറ്റിൽ വെച്ചാണ് ഈ കൂടിക്കാഴ്ച നടന്നതെന്നും അങ്ങനെയാണെങ്കിൽ അത് കുറച്ചുകൂടി സങ്കീർണമാവുകയാണ് റഹീഷ്. അടൂർ പ്രകാശിന് കുരുക്കായി മാറുകയല്ലേ? കാരണം
ഈ അടൂർ പ്രകാശ് നേരത്തെ നമ്മളോട് പറഞ്ഞത് ആ ബൈറ്റ് നമ്മളിപ്പോൾ അല്പസമയത്തിനുള്ളിൽ പ്രേക്ഷകരെ കേൾപ്പിക്കും. എന്താണ് അടൂർ പ്രകാശ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കുറിച്ച് പറഞ്ഞത് എന്നുള്ളത്? നേരത്തെ കടകംപള്ളി പറഞ്ഞതിന് സമാനമായ രീതിയിലാണ് അടൂർ പ്രകാശും പറഞ്ഞത്. ഈ തന്റെ മണ്ഡലത്തിലെ അയ്യപ്പ ഭക്തനായി മാത്രമേ തനിക്കറിയത്തുള്ളൂ, ഒരു വീട് വെച്ച് കൊടുക്കുന്ന ചടങ്ങിൽ മാത്രമാണ് താൻ പങ്കെടുത്തത് എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ റാഹിസ്, ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്ന ദൃശ്യങ്ങളിൽ ഒന്ന് ബാംഗ്ലൂരുവിലുള്ള ഒരു ഫ്ളാറ്റിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ആ ഫ്ളാറ്റിൽ രമേശ് റാവുവിന്റെ ഒപ്പം സമ്മാനം വാങ്ങുന്ന അടൂർ പ്രകാശിനെ കാണാം. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ശ്രീരാമപുരത്തെ ഫ്ളാറ്റ് അല്ല എന്ന് റഹീസ് പറയുമ്പോൾ മറ്റൊരിടത്തു കൂടി പോയിട്ടുണ്ട്. ബാംഗ്ലൂരുവിൽ നേരത്തെ പുറത്തു വന്ന ചിത്രം, ഷിബു ബേബി ജോൺ പുറത്തുവിട്ടൊരു ചിത്രം എന്ന് പറയുന്നത് കടകംപള്ളി സുരേന്ദ്രൻ വിമാനത്താവളത്തിന് പുറത്തിരിക്കുന്ന ചിത്രമാണ്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന ചിത്രം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടേതല്ലാത്ത മറ്റൊരു ഫ്ളാറ്റിൽ കൂടി അടൂർ പ്രകാശ് പോയി, അതിന്റെ ചിത്രമാണ് ഇപ്പോൾ പുറത്തുവിടുന്നത്. അവിടെ നിന്ന് ഒരു കടലാസിൽ എന്തോ വാങ്ങുന്നുണ്ട്. അതെന്താണ് എന്നത്